ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ പാർട്സ് വരട്ടിയ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഇന്ന് തയ്യാറാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പം നമ്മളിവിടെ 2 കിലോ ചിക്കൻ്റെ പാർട്സ് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും വിനാഗിരിയും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. വിനാഗിരി ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാട്ടോ അത് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 2 പിടി ചെറിയുള്ളി, ഒരു സവാളയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി മാത്രമാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് ചതച്ചതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഇനി പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, എരിവിനായിട്ട് 3 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളൊക്കെ മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ ഒരു ടൈമിൽ വേണം നമ്മൾ പാർട്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് കിട്ടിയതിന് ശേഷം പാർട്സ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട്. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഉപ്പും എരിവൊക്കെ പാകമാണെന്ന് നോക്കുക. എരിവ് വേണമെങ്കിൽ വീണ്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുമ്പോഴാണ് പാർട്സൊക്കെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇത് വെന്ത് വരുന്നത് വരെ വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണേ. പാർട്സൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ പാർട്സിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് പൊറോട്ടയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ഇന്ന് തയ്യാറാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്നത്തെ പാർട്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്